ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു പഴയ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് അട്ടപ്പാടിക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു പോണ ദിവസമാണിത്. വെള്ളിയാഴ്ച രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. രാവിലെ നേരത്തെ ഉണ്ടിച്ച് തിരുമ്പിയിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒലിമ്പിയിടാൻ മറന്നു കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ പുറത്തേക്ക് വാല് തുറക്കാത്തതുകൊണ്ട് തന്നെ ഇത് ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ട് എന്തോ ആവശ്യത്തിന് വാതിൽ തുറന്നപ്പോഴാണ് തുണികളൊക്കെ കല്ലുമ്പോൾ ഇരിക്കണ കണ്ടത് കേട്ടോ. പിന്നെ ഇതാ വേഗം തന്നെ ഒലിമ്പി എടുത്തു. പിന്നെ ഇന്നലെ തിരുമ്പിയ തുണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ ഈ ഒരു കമ്പിമ്മയൊക്കെ ഇട്ടോട്ടോ വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണമല്ലോ നമുക്കിത് വൈകുന്നേരത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് വിരിച്ചിട്ടു. പിന്നെ ഇന്നിപ്പോൾ തിരുമ്പിയ തുണികളും കാര്യങ്ങളൊക്കെ അയലും കൂടി വിരിച്ചിട്ടു. നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ തുണിയും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടു. അപ്പോൾ നമ്മുടെ മുന്നിൽ കുറച്ച് വിറകുണ്ടായിരുന്നല്ലോ ബാക്കിയുള്ളത്. അപ്പം അതൊക്കെ ഇതാ ഒന്ന് ഉള്ളിക്ക് നമ്മുടെ വീടിൻ്റെ ചോട്ടിക്ക് അടുക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി പോയി കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ നനയുമല്ലോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്നും ഇതാ എടുത്ത് വെച്ച് ഉള്ളിക്ക് വെക്കുകയാണ്. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യമൊക്കെ ഇന്നലെ ഷീറ്റ് ഇട്ടതാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ, വെയിലൊക്കെ കൊണ്ടിട്ട്. അപ്പം അതൊന്ന് ഉള്ളിലേക്ക് എടുത്ത് വെക്കുകയാണ്. അധികം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ചേരേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ മണ്ണിലേക്ക് ഇട്ടിട്ട് ചെതലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട്. അപ്പം അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടിതാ വിറക് ഉള്ളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ സംസാരിച്ച് അങ്ങനെ അടുക്കി വെച്ചു. അങ്ങനത്തെ വിറകും കാര്യങ്ങളൊക്കെ അടുക്കി. അപ്പോൾ ഇത് നല്ല മണ്ണായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് അടിച്ചു വരികയാണ്. അപ്പോൾ ആദ്യം കിച്ചൺ അടിച്ചു വരാമെന്ന് വിചാരിച്ചു. ബാക്കി ഭാഗം പിന്നെ അടിച്ചു വരികയാണ് കേട്ടോ. കാരണം ഇവിടെ നിറച്ച് മണ്ണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മൊത്തം ചവിട്ടി മൊത്തം ഉള്ളിൽ കൂടെ മൊത്തം ആക്കും. അപ്പം അതുകൊണ്ട് ആദ്യം ഇവിടെ ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. കിച്ചൺ മാത്രം വേഗം ഒന്ന് അടിച്ചു വാരി മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് കോരി കളഞ്ഞു. വേഗം തന്നെ തീ ഒന്ന് കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് നമുക്ക് ഉച്ചയ്ക്ക് മാത്രം, എനിക്ക് മക്കൾക്ക് മാത്രം വെച്ചാൽ മതി. എന്തായാലും വരുമ്പോഴത്തേക്കും 3 മണി 4 മണിയൊക്കെ ആവും കേട്ടോ. പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടു. അപ്പോൾ നമ്മുടെ ഫൈസിക്കുട്ടി ഇന്ന് സ്കൂളിൽ പോയിക്കാണ്. ഇന്ന് നമ്മുടെ ഫൈസിക്കുട്ടിക്ക് സ്കൂളിൽ ഓണപരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് അരിയാണ് കേട്ടോ. ഇത് ഞങ്ങൾക്ക് 3 പേർക്കും കറക്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയില്ല, എന്താ പറയുക, കൂടുതലില്ല. ആ ഒരവസ്ഥയിൽ നിന്ന് കറക്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അരി കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് കൊടുക്കുകയാണ്. ഫാദുക്കുട്ടീനെ അംഗനവാടി പൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവളവിടെ ഇന്ന് TV കാണുന്നുണ്ട്. ഫൈസിക്കുട്ടി ഏകദേശം ഒരു 1:30-2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരും കേട്ടോ. 2 മണിയാകുമ്പോഴത്തേക്കും കൊണ്ടുവരാനും പോകണം. ഫസ്റ്റ് ഞാൻ ചോറ് ഗ്യാസിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നോക്കുമ്പോൾ വിറകൊക്കെ അത്യാവശ്യം നല്ല ചൂടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് വേഗം അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്യാസ് നമുക്ക് തീർക്കണ്ടല്ലോ. അങ്ങനെ ഇതാ നമ്മൾ സിറ്റൗട്ടും കാര്യങ്ങളും റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ട് പോവാണ്. കാരണം വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു ക്ഷീണം ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും വന്ന പിറ്റേ ദിവസം ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ക്ലീൻ ആക്കിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് വലിയ ഇനിയിപ്പോൾ വയ്യായ എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ. 2 ദിവസം അടിച്ചു വാരിയിട്ടില്ല എന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അതാ ഇഷ്ടമുള്ള സീരിയലൊക്കെ ഇട്ടിട്ട് അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സീരിയൽ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, സീരിയൽ അഡിക്റ്റേഴ്സിനൊക്കെ അറിയായിരിക്കും. ഞാനങ്ങനെ ഒരു സീരിയൽ അഡിക്റ്ററൊന്നും അല്ല കേട്ടോ. പക്ഷേ എന്തെങ്കിലുമൊക്കെ എപ്പോഴെല്ലാം ഇരുന്ന് കാണും, അത്രേ ഉള്ളൂ. അങ്ങനെ ഇതാ ഹാളും കാര്യങ്ങളൊക്കെ ഇതാ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മക്കൾ അതിൻ്റെ ഇടയിൽ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫൈസിക്കുട്ടി വന്നിട്ടില്ല. ഫൈസിക്കുട്ടി ഇതാ ഒരു 2 മണി 2:30 ഒക്കെ ആവും കേട്ടോ വരാൻ വേണ്ടിയിട്ട്. ഇന്ന് ഓണാഘോഷ പരിപാടിയും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ ഇന്ന് കളർ ഡ്രസ്സാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോണ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒന്നും വീഡിയോ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചാണ് പിന്നെയാണ് എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് തുടക്കലൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഈസി ആയിട്ടുള്ളൊരു തക്കാളി എന്താ പറയുക താളിക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്നായി കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ഈ ഒരു നേരത്തിന് മാത്രം മതിയല്ലോ. അപ്പോൾ ഒരുപാട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എനിക്കിത് മാത്രം മതി കേട്ടോ. ചൂടോട് കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ താളിച്ചിട്ട് കഴിക്കാൻ. പിന്നെ മക്കൾക്ക് പിന്നെ ഇതിൻ്റെ കൂടെ മുട്ടയോ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ. അങ്ങനെ നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് തക്കാളിയും പച്ചമുളക് ഇട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തക്കാളി ഒന്നും ഇങ്ങനെ വെന്ത് ഉടഞ്ഞു വരുന്ന സമയത്ത് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി താളിച്ചത് റെഡിയായി കേട്ടോ. പിന്നെ ഇതാ മുട്ടയും കൂടി എടുത്തിട്ടുണ്ട് പൊരിക്കാനും വേണ്ടിയിട്ട്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു അവർക്ക് മാത്രം പൊരിക്കാന്ന്. പിന്നെ വിചാരിച്ചു ഞാനും കൂടി പൊരിക്കാന്ന് വിചാരിച്ച് അങ്ങനെ 3 പ്രാവശ്യമായിട്ട് പൊരിക്കാൻ ഭയങ്കര മടിയായിട്ട് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് പൊട്ടിച്ചിട്ട് ഒറ്റൊന്നായിട്ട് പൊരിച്ചിട്ട് 3 പീസാക്കാന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു 3 ബാച്ചായിട്ട് പൊരിക്കാം. അപ്പോൾ വലിപ്പം കൂടുതലും കുറവൊക്കെ ആയിട്ട് ചിലപ്പോൾ അടിപിടിയാവും ഇവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ മൊത്തത്തിൽ പൊരിച്ചെടുത്തിട്ട് പിന്നെ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇതാ കുറച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ഉള്ളിയും കാര്യങ്ങളൊന്നും അധികം അരിയണമൊന്നും ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇടക്ക് ഞാൻ ഇതേപോലെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് കേട്ടോ. അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ ഉള്ളിയും പിന്നെ പച്ചമുളകും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മുട്ട പൊരിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ.
അങ്ങനെ മുട്ടയും കാര്യങ്ങളൊക്കെ പൊരിച്ച് ചോറ് നമ്മൾ ഇതേപോലെ ഊറ്റിയെടുക്കാണ് കേട്ടോ ചെയ്തത്. ഇതേപോലെ ചെറിയൊരു കൊട്ടൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അരിയിലേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഇങ്ങനെ ഊറ്റിയെടുത്ത് വാർക്കാനൊന്നും നിന്നില്ല കേട്ടോ. അങ്ങനെ ചോറും കാര്യങ്ങളൊക്കെ വിളമ്പാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫൈസിക്കുട്ടിനെ പോയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു. അപ്പോൾ അത് പിന്നെ വണ്ടി കൊണ്ടാണ് പോയത്. പെണ്ണിനെയും കൊണ്ട് പോയിട്ടോ. അങ്ങനെ അവളെ കൊണ്ട് പോയി ഫൈസിനെ കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 2:30 ഫൈസി വന്നപ്പോൾ തന്നെ എന്തായാലും ഒരു 3 മണിയൊക്കെ ആവാനായി. ചോറ് കഴിക്കുമ്പോഴത്തേക്കും വയറിങ്ങനെ വിശന്ന് പൊരിയാൻ തുടങ്ങി കേട്ടോ. അങ്ങനത്തെ ആ തക്കാളി താളിച്ചതും റെഡി ആയിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ടിട്ട് മക്കൾക്ക് ആദ്യം തന്നെ ചോറ് കൊടുത്തു. അവരത് ഹാള് TV ഒക്കെ കണ്ടിട്ട് ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് അവിടെ കിച്ചണിൽ നിന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഒരു ഉപ്പിലിട്ട നെല്ലിക്കയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും ചെറിയ എരിവും കാര്യങ്ങളൊക്കെ പിടിച്ച് നന്നായിട്ട് എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നെല്ലിക്ക. കുറേ ദിവസമായിട്ട് ഇട്ട് അന്നോട്ടന്നെ മക്കൾ തിന്നാൻ തുടങ്ങിയതാണ് കേട്ടോ. ഇപ്പൊ തീരാനായപ്പോഴാണ് ശരിക്കും നെല്ലിക്കമ്മയ്ക്ക് ആ ഒരു പുളിയൊക്കെ പിടിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ തന്നെ. അപ്പൊ ഇനി കൊണ്ടുപോകാനുള്ള തുണികളെ കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെക്കാണ്. സാധാരണ നമ്മൾ വീട്ടിലിടാൻ അവിടെ കുറച്ച് ഡ്രസ്സ് വെക്കാറുണ്ട്. പക്ഷേ അവിടുത്തെ ഇങ്ങനെ ഇട്ട് നാശമായി ചിലപ്പോൾ പോരുന്ന സമയത്തൊക്കെ തിരുമ്പാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അത് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരാണ് കേട്ടോ ചെയ്യുക. കാരണം അവിടെ ചിലപ്പോൾ തിരുമ്പിടാൻ സമയം കിട്ടാറില്ല. അല്ലെങ്കിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്നവരെ നമ്മൾ 2-3 മാസം കൂടുമ്പോഴൊക്കെ അല്ലേ പോവുള്ളൂ. അപ്പൊ പിന്നെ അങ്ങനെ മുഷിഞ്ഞ് കിടക്കല്ലേ, ഇപ്പൊക്കെ തിരുമ്പാനൊന്നും വയ്ക്കൂലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇട്ട് നാശാക്കിയതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ തിരുമ്പിയിടാണ് ചെയ്യലുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു ഡൗട്ടാണ്. അപ്പൊ വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഇവർക്ക് 3-4 ട്രൗസറും ടീഷർട്ടും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം പോകുമ്പോൾ കുറച്ച് അവിടെ വെക്കാന്നുള്ള പ്ലാനാണ്. കാരണം എപ്പോഴും ഇങ്ങനെ കൊണ്ടുപോകണ്ടല്ലോ. ആദ്യമൊന്നും കൊണ്ടുപോകാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉമ്മുള്ള സമയത്തൊന്നും നമ്മൾ അയച്ചിട്ട് പോരുമ്പോൾ അവിടെ തിരുമ്പിയിടും കുഴപ്പമില്ലല്ലോ. പക്ഷെ ഇപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ ഇട്ടിട്ട് പോരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാണ് കേട്ടോ ചെയ്യാം. പിന്നെ എന്താ പറയാ ഫാദുക്കുട്ടിക്ക് ഇടാനുള്ള പുറത്ത് പോകുമ്പോൾ ഇടാനുള്ള 2-3 ഡ്രസ്സും പിന്നെ വീട്ടിലിടാൻ കുറച്ച് അധികം എടുക്കുന്നുണ്ട്. കാരണം അവിടെ പോയി മൊത്തം മണ്ണിൽ കളിയായിരിക്കും. ഒരു ദിവസം തന്നെ 2-3 ഒക്കെ ട്രൗസർ മാറ്റേണ്ടി വരും കേട്ടോ. കാരണം മുറ്റത്തൊക്കെ നല്ല മണ്ണാണ്. നമ്മൾ മറ്റേ ചുവന്ന കളറുള്ള മണ്ണുണ്ടല്ലോ അതാണ് കേട്ടോ. അപ്പൊ അത് പെട്ടെന്ന് തന്നെ മേത്ത പിടിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അതായതുകൊണ്ട് തന്നെ ഒരു 3-4 ട്രൗസർ ഞാൻ അവൾക്ക് എടുത്തിട്ടുണ്ട്. അവൾക്കും ഫൈസിക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഈ ഒരു മറ്റേ ഈ ഒരു വുഡി കണ്ടില്ലേ, ഇത് നമ്മൾ മീഷോന്ന് പർച്ചേസ് ചെയ്താണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ജസ്റ്റ് 260 രൂപയാണ് തോന്നുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത്. ആ ഒരു റേറ്റിലേക്ക് ഇത് എക്സ്ട്രാ വേർത്തിയായിട്ട് എനിക്ക് തോന്നിട്ടോ. കാരണം കളറൊന്നും ഫെയ്ഡ് ആവുന്നില്ല കേട്ടോ. ഇതിപ്പോ ഒരു 5-6 തവണയൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമ്മുടെ ഫാദുക്കുട്ടിക്ക് ഇതിന്റെ ഒരു ചെറുത് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് പിന്നെ ഇക്ക വന്നു. പിന്നെ മീമന്റെയും കാര്യങ്ങളൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ ഷെടപടേ എന്നൊക്കെ പറഞ്ഞു പോയിട്ടോ. അപ്പൊ ഇവിടുന്ന് ഇറങ്ങിയപ്പോ തന്നെ ഒരു 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മളെ 10ാം വളവ് എത്താനായിട്ടുണ്ട് കേട്ടോ. ഇതുവരെ നമ്മുടെ ഫൈസിക്കുട്ടി ഫോണിൽ കളിക്കായിരുന്നു. അപ്പൊ ഈ ഒരു ടൈം എത്തിയപ്പോൾ ഞാൻ ഫൈസി ഒരു വീഡിയോ എടുക്കട്ടെ പറഞ്ഞിട്ട് ഫോൺ ചോദിച്ചു വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ നമ്മളെ 10ാം വളവിലേക്ക് ഏകദേശം ഇരുട്ടാവാനൊക്കെ ഉണ്ട്. കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഓണാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് അട്ടപ്പാടിയിലേക്ക് പോവാണ്. ഇത് ഏകദേശം ഒരാഴ്ച മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ നിങ്ങളിപ്പോ ഈ കാണുന്നത്. അപ്പൊ ശരി, പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.